ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ അൽഹംദുലില്ലാ 2026 നമ്മളുടെ എല്ലാം ലാസ്റ്റ് നോമ്പ് എന്നത്തെയും പോലെ നമ്മൾ പള്ളിയിൽ പോയാട്ടോ നോമ്പ് തുറന്നത്. ഡോയ്ച്ച്ലാൻഡിലെ ഫത്വ അസോസിയേഷൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത അനുസരിച്ച് ജർമ്മനിയിലും ഫ്രൈഡേ ആണ് കേട്ടോ ഈദ് ഉൽ ഫിത്തർ. ഈ വർഷം നോമ്പ് പിടിച്ചു തുടങ്ങിയതിൽ ഇവിടെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. യൂഷ്വലി സൗദി അറേബ്യയിൽ എന്നാണോ നോമ്പ് ആരംഭിക്കുന്നത് അന്ന് തന്നെയാണ് ജർമ്മനിയിലും നോമ്പ് തുടങ്ങാറ്. പക്ഷേ ഇവിടുത്തെ അസോസിയേഷന്റെ രണ്ട് അഭിപ്രായങ്ങളെ തുടർന്ന് 2 ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ ഇവിടെ നോമ്പ് പിടിച്ചു തുടങ്ങുന്നത്. അപ്പൊ പള്ളിയിൽ പോകാൻ എന്നെ ഇക്കായെക്കാട്ടിലും ഉത്സാഹം കാണിക്കുന്നത് ഹെസ്മോനാട്ടോ. പോയി പോയി വന്നപ്പോ എല്ലാ ദിവസവും ഇതുപോലെ ടൈം എടുക്കാറാവുമ്പോഴത്തേക്ക് ചോദിക്കും പള്ളിയിൽ പോവലില്ലേന്ന്. അപ്പം കാരണം വേറൊന്നുമല്ല, ജർമ്മനിയിൽ വന്നതിന് ശേഷം കുഞ്ഞിന്റെ പ്രായത്തിലുള്ള കുട്ടികളോടുള്ള കളി വളരെ കുറവാ. അപ്പൊ പള്ളിയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം കാണുമ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാ. അപ്പം ദേ ഇതായിരുന്നു കേട്ടോ സാധനം. ഞാനിത് ഒരു കൗതുകം തോന്നി വാങ്ങിച്ച കേട്ടോ. കാരണം ഇക്കാടെ വീട്ടില് ഉമ്മിച്ച പറഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി ഇത് അറിയാം. ഇതിന്റെ പേര് അറാക്ക് എന്നാണ്. അപ്പം പണ്ട് ഇതുപോലെ വാപ്പിച്ച ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ ഇത് കൊണ്ടുവരുമായിരുന്നെന്ന് ഉമ്മിച്ച പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ പള്ളിയിൽ ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അറാക്ക് എന്ന് പറഞ്ഞാൽ മിസ്വാക്കിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൂത്ത് ബ്രഷ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. കൂടുതലായിട്ടും അറബ് രാജ്യങ്ങളിലായിരുന്നു അത്ര ഇത് യൂസ് ആക്കുന്നത്. അപ്പൊ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അറബികൾ ഇത് ഉപയോഗിച്ചായിരുന്നു അത്ര മിസ്വാക്ക് ചെയ്യൽ പതിവ്. അപ്പൊ അൽഹംദുലില്ലാ ഈ വർഷത്തെ നോമ്പിന്റെ വിശേഷങ്ങളെല്ലാം ഇവിടെ തീരുവാണേ. ഇനിയിപ്പോ പെരുന്നാൾ വിശേഷമായിട്ട് കാണാവേ.